നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. മക്കളെ, മോനെ ഒന്ന് പോയിക്കേ. മക്കളെ മതി. ഭാവന, മോളെ മോളെ ഭാവന ചേച്ചി, ഭാവന ചേച്ചി, ഇതെന്തൊരു തലവിധിയായിട്ട് ഈശ്വര. ഇതെങ്ങനെയാ മനസ്സ് സംഭവിച്ചത്? എനിക്കറിയില്ല സൂര്യ, ഞാനും നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടായിരുന്നല്ലേ. മോളെ ചേച്ചി, മക്കളെ ഒന്നുമില്ല, എണീറ്റേ. മോളെ മോളെ എണീക്ക്. ഒന്നുമില്ല ഒന്നുമില്ല, എണീറ്റേ. ഒന്നുമില്ല ഒന്നുമില്ല, നിനക്ക് പേടിക്കല്ലേ. സൂര്യ ഒന്ന് പിടിച്ചോ. മക്കൾക്ക് ഒന്നുമില്ല. ഭാവന, ഭാവന. സൂര്യ, ആർക്കും ഒന്നും പറ്റിയില്ലല്ലോ. ആർക്കും ഒരു കുഴപ്പമില്ല. നിനക്കൊന്നും പറ്റിയില്ലല്ലോ. ഇല്ല സൂര്യ. ഭാവന, നീ കൈയൊന്ന് പൊക്കിക്കേ. പിന്നെ നീ എണീറ്റ് നിന്നതോ? അതാ സൂര്യ, എന്താ സംഭവിച്ചെന്ന് എനിക്കറിയില്ല. ഞാൻ എഴുന്നേറ്റോ? ഭാവന, ദൈവാധീനം കൊണ്ടാ നീ രക്ഷപ്പെട്ടത്. നീ എന്തിനാ ബോക്സ് ഭാവനയുടെ അടുത്തോണ്ട് വെച്ചത്? ചോദിച്ചായിട്ടില്ലേ? എന്താ സേതുട്ടെ ഇത്? ഇല്ല മോളെ, ഇത് വെറുതെ പൊട്ടിത്തെറിച്ചല്ല. സേതുട്ട, ഞങ്ങൾ വരുന്ന വഴിക്ക് വാങ്ങിയിട്ട് വന്നതാ ബോക്സ്. അത് ഞാനാ പോയി വാങ്ങിച്ചത്. എന്തോ തീപ്പൊരി വീണിട്ടുണ്ടാവണം. എന്തായാലും ദൈവം കാത്തു. എനിക്കതല്ല സേതുട്ട ചിന്ത. ഭാവന പെട്ടെന്ന് ചാടി എണീറ്റ് വീണില്ലേ. പക്ഷെ ഇപ്പോ കൈയും കാലും ഒക്കെ പഴയതുപോലെ തന്നെയാ, അനക്കൊന്നുമില്ല. അതെ സേതുട്ട, പെട്ടെന്നുള്ള ഷോക്കിൽ സംഭവിച്ചതാണ്. മക്കളെ, നീ മക്കളൊന്നും കൂടെ എണീറ്റ് നിൽക്കാനൊന്ന് ശ്രമിച്ചു നോക്കിക്കേ. പറ്റും, ശ്രമിക്കേ. ശ്രമിക്കും മോളെ. അമ്മയുടെ കൈ മുറുക്കി പിടിച്ചേ. പിടിക്കേ. അമ്മയുടെ കൈ മുറുക്കി പിടിക്കാൻ നോക്ക്. ഭാവന, ഞങ്ങൾ കണ്ടതല്ലേ. പടക്കം പൊട്ടിയ ശബ്ദം കേട്ട് ഭയന്നിട്ടാ നീ എണീറ്റത്. അപ്പോ നിന്റെ ശരീരം നീ അറിയാതെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതിന്റെ തെളിവല്ലേ. ഞാൻ ആ സ്വാമിജി ഒന്ന് വിളിച്ചു നോക്കട്ടെ. ചേച്ചി, മക്കൾക്കൊന്നുമില്ല. ഭാവനേച്ചി, ഒന്നുകൂടെ ശ്രമിച്ചു നോക്കേ ചേച്ചി. ചേച്ചി വിചാരിച്ച ഏത് പ്രതിസന്ധിയും അനുകൂലമാക്കാൻ കഴിയില്ലേ? ചേച്ചി എഴുന്നേക്ക് ചേച്ചി. എണീക്ക് മക്കളെ. എനിക്ക് പറ്റുന്നില്ലടാ. ചെവിക്കുള്ളിലൊരു മൂളല് മാത്രം ഞാൻ കേൾക്കുന്നേ. ആരായാലും പേടിച്ചു പോകും. അത്രയ്ക്ക് വലിയ ശബ്ദമല്ലേ കേട്ടത്. സൂര്യ, സ്വാമി എന്ന് പറഞ്ഞു. ഇതൊരു നല്ല നിമിത്തമായിട്ട് കണ്ടാൽ മതി എന്നാ പറഞ്ഞത്. ഭാവന എണീറ്റ് നടക്കുമെന്നുള്ളതിന് നല്ല സൂചന ഇതെന്നാ സ്വാമി പറഞ്ഞത്. ഞാൻ ഇതുവരെ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആവോ? എന്തൊക്കെ പ്ലാനുകളായിരുന്നു. ഭാവനയെ അവിടെ വെച്ച് തന്നെ തട്ടും, അതിനുള്ള വാടക കൊലാളി ഏൽപ്പിച്ചിട്ടുണ്ട്. എന്നിട്ടിപ്പോ എന്തായി? പോയവള് സംസാരശേഷി വീണ്ടെടുത്ത് തിരിച്ചു വന്നിരിക്കുന്നു. ഇങ്ങനെയാണെങ്കിൽ ഭാവന താമസിക്കാതെ എണീറ്റും നടക്കും. പിന്നെ നമ്മുടെ മോളുടെ അവസ്ഥ അവതാളത്തിലും ആവും.
അങ്ങനൊന്നും അവതാളത്തിലാകാനേ ഞാൻ സമ്മതിക്കത്തില്ല. തീരെ നിവർത്തിയില്ലെങ്കിലേ ഭാവനെ ഞാൻ തന്നെ അങ്ങ് കൊല്ലും. എടീ, കടക്കാരെല്ലാം കൂടെ എന്നെ കൊല്ലുന്നതിന് മുമ്പ് ഭാവനെ ഞാൻ കൊല്ലുന്നതല്ലേ നല്ലത്? നമ്മുടെ മോളെങ്കിലും രക്ഷപ്പെടുമല്ലോ. ചേട്ടൻ വെറുതെ വിഡിത്തം പറയാതെ. ഇപ്പോഴും അവള് വീൽ ചെയറിൽ തന്നെയല്ലേ? നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടോ നോക്കാം. ഇനിയിപ്പൊ സൂര്യ ഭാവനയെ കൂടുതൽ സൂക്ഷിക്കാനേ നോക്കൂ. അങ്ങനെ ഒരു ആപത്തിൽ നിന്ന ഭാവന ഇപ്പൊ രക്ഷപ്പെട്ടിരിക്കുന്നത്. ചുമ്മാതല്ല ജയേന്ദ്രമല പറഞ്ഞത്. ഭാവനയ്ക്ക് ഭയങ്കര ലക്കാണെന്ന്. ഏത് പ്രശ്നത്തിൽ നിന്നും അവള് പുഷ്പം പോലെ രക്ഷപ്പെട്ടു വരുമെന്നാ പറഞ്ഞത്. അതേ, നല്ല ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിക്കാത്തോണ്ട് തോന്നുന്നതാ. അവർക്കൊന്നും വയ്യെങ്കിലേ നല്ല നാടൻ ഗുണ്ടകളെ വെച്ച് ഞാൻ കൊല്ലിക്കാം. ഇവിടെ പ്രൊഫഷണൽ കില്ലർക്ക് പറ്റാത്തതാണ് നാടൻ ഗുണ്ടകൾ. ഇടി, നിനക്കെന്തോന്നറിയാം? ആ അനിരുദ്ധന് കുറെ തടിയും പൊക്കവും മാത്രമേ ഉള്ളൂ. അവന്റെ തലയ്ക്കകത്തൊന്നും ഇല്ലടി. അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു ചാൻസ് കിട്ടിയിട്ടും അതിനെ നശിപ്പിക്കുവോ? അല്ല, എവിടെയോ കിടന്ന ഒരു ഡൂക്ലി സ്ത്രീയെ ഭാവനയെ കൊല്ലാൻ ഏൽപ്പിച്ചിട്ട് ഇപ്പൊ എന്തായി? അവള് പോയ വഴിക്ക് പുല്ല് പോലും കിളിച്ചിട്ടില്ലെന്നാ ഞാൻ കേട്ടത്. എന്തായിട്ടാ ആര് പോയ വഴിക്കാ പുല്ല് കിളിർക്കാത്തത്? എടി, ഞാൻ ആ ഡയാനയുടെ കാര്യം പറയുമായിരുന്നു. എടി, അവള് പ്രൊഫഷണൽ കില്ലറൊന്നും ആയിരിക്കത്തില്ല. ഇതിപ്പൊ നിന്റെ കയ്യിൽ നിന്ന് കുറെ കാശ് പോയത് മാത്രം മെച്ചം. സമാധാനപ്പെടേട്ടാ, ഇവിടെയും അവള് രക്ഷപ്പെട്ടെന്ന് കരുതി നമ്മള് പിന്മാറാനൊന്നും പോകുന്നില്ല. അനിരുദ്ധൻ ഇപ്പോ നമ്മളെക്കാൾ ദേഷ്യത്തില. എന്തെങ്കിലും പ്ലാനിങ്ങിലൂടെ ഭാവനയെ ഇല്ലാതാക്കാനേ ഇനി അനിരുദ്ധൻ നോക്കൂ. എനിക്ക് തോന്നുന്നില്ല ജയ. അയാൾക്ക് ഈ വാചകോടി മാത്രമേ ഉള്ളൂ. ഒരു ചുക്കും നടക്കാൻ പോകുന്നില്ല. അങ്ങനെ പറയരുതേട്ടാ. അനിരുദ്ധനല്ലേ ഭാവനയെ ഈ ഒരു അവസ്ഥ വരെ കൊണ്ടെത്തിച്ചത്. അതുകൊണ്ട് തന്നെ ഭാവന രക്ഷപ്പെട്ടു വരാൻ അനിരുദ്ധൻ ആഗ്രഹിക്കില്ല. നമ്മളൊന്ന് കൂടെ നിന്നാ മതി, ബാക്കി അയാൾ നോക്കിക്കൊള്ളൂന്നേ. അങ്ങനെയാണെങ്കിലേ ഇനി ഇതിന്റെ പേരിൽ 10 പൈസ അനിരുദ്ധന് കൊടുക്കരുത്. അക്കാര്യത്തിലൊന്നും ഏട്ടൻ ഒരു ടെൻഷനും വേണ്ട. ഇവിടെ എനിക്ക് കാശല്ല പ്രധാനം, എന്റെ മോന്റെ ഭാവിയാ. സൂര്യയുടെ ഭാവിക്ക് ഒരു കുഴപ്പവും വരില്ല. അതെ, എന്റെ മോളെ സൂര്യ കല്യാണം കഴിക്കുന്നതോടെ പിന്നെ അവന് വെച്ചടി 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 കയറ്റമില്ലയോ? നീ നോക്കിക്കോ. അതിനു വേണ്ടിയാണല്ലോ ഏട്ടാ നമ്മൾ ഈ കഷ്ടപ്പെടുന്നതൊക്കെ. പുറത്തു വെച്ച് ഭാവന എന്തെങ്കിലും ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നില്ല. സൂര്യ ഇനി അവളെ പുറത്തേക്കൊന്നും കൊണ്ടുപോകില്ല. പിന്നെ എന്ത് ചെയ്യാന്ന ഏട്ടത്തി പറയുന്നത്? ഇവിടെ വച്ച് തന്നെ ഭാവനയ്ക്ക് എന്തെങ്കിലും സംഭവിക്കണം. അതെന്താന്ന് വെച്ചാൽ ആലോചിക്കൂ. ഹ്യോ, മാനസമോളിത് കേക്കണ്ട. ഇവിടെ വെച്ച് എന്തെങ്കിലും ഭാവനയ്ക്ക് സംഭവിച്ച ആദ്യം എന്നെ തന്നെ സൂര്യ സംശയിക്കും. അതിൽ ഒരു സംശയവും വേണ്ട. മാനസമോള് ഇതേ അഭിപ്രായോ പറഞ്ഞത്. അങ്ങനാണെങ്കിലേ ഭാവനയെ പുറത്തോട്ട് കൊണ്ടുപോകാനുള്ള എന്തെങ്കിലും ഒരു വഴി കണ്ടെത്താം. അതൊന്നും അത്ര എളുപ്പമല്ല ഏട്ടാ. ആലോചിച്ചും കണ്ടും വേണം ഇനി എന്തെങ്കിലും ചെയ്യാൻ. അല്ല, നമ്മൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഒരു വഴിക്ക് ഇരിക്കും. ഭാവന ഒരു വശത്തൂടെ സുഖം പ്രാപിച്ചു വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. ഇനി ഒരിക്കൽ കൂടി സൂര്യയുടെ മുന്നിൽ പ്രതിയാവാൻ എനിക്ക് വയ്യ. അങ്ങനെ വന്ന പിന്നെ ഒരു നിമിഷം പോലും അവൻ ഈ വീട്ടിൽ നിൽക്കില്ല. അത് ജയ പറഞ്ഞത് ശരിയാണ് ഏട്ടാ. സൂര്യയുടെ ദേഷ്യം നമ്മളന്ന് കണ്ടതല്ലേ. ഏട്ടാ, ഏട്ടൻ ധൈര്യമായിട്ടിരിക്കെ. ഇനി പെട്ടെന്നൊന്നും എടുത്തു ചാടി ചെയ്യാൻ നിൽക്കണ്ട. എന്തെങ്കിലും ഒരു അവസരം ഒത്തുവന്നാ അപ്പ ചെയ്യാം. ഇടി, അവസരം ആരും കൈ കൊണ്ട് തരില്ല ജയേ. നമ്മൾ വേണോ അത് ഉണ്ടാക്കിയെടുക്കാൻ. എന്നാലേ ഭാവനയെ നമുക്ക് ഇവിടുന്ന് ഓടിക്കാനെങ്കിലും പറ്റൂ. അതെ ഏട്ടാ, കൊല്ലാനൊന്നും പറ്റിയില്ലെങ്കിലും അവളെ ഇവിടുന്ന് ഓടിക്കാൻ പറ്റിയാലും മതി. പക്ഷേ അത് അവളുടെ സ്വന്തം ഇഷ്ടപ്രകാരം വേണം ഇവിടുന്ന് പോകാൻ. അങ്ങനെ നമ്മൾ ഒരിക്കലും സ്വപ്നം കാണണ്ട ജയേ. ഒരു കോടീശ്വരനെ വിട്ടിട്ട് ഭാവന ഇവിടുന്ന് ഒരിക്കലും പോകത്തില്ല. നമുക്ക് നോക്കാം ഏട്ടാ. ഒന്നും നടന്നില്ലെങ്കിൽ എന്താ വേണ്ടെന്നൊക്കെ എനിക്കറിയാം.